ഹായ് ഹലോ നമസ്കാരം. മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികളുടെ ലഞ്ച് ബോക്സ് മെനു ആണ്. ലഞ്ച് ബോക്സ് മെനുവിൽ നമ്മളിന്ന് കാണുന്നത് ക്യാരറ്റ് ഫ്രൈഡ് റൈസ് ആണ്. ക്യാരറ്റ് ഫ്രൈഡ് റൈസ് വളരെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഈസി ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുക മാത്രമല്ല കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. ആൻഡ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഗസ്റ്റും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് എന്താണ് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളതും കൂടിയിട്ടാണ് കാണാൻ പോകുന്നത്. വരൂ നമുക്ക് കാണാം ലഞ്ച് ബോക്സ് സ്പെഷ്യൽ ക്യാരറ്റ് ഫ്രൈഡ് റൈസ്. ഇപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കാം ക്യാരറ്റ് ഫ്രൈഡ് റൈസ്. 2 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, 2-3 പച്ചമുളക്, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇനി ക്യാരറ്റ് ഫ്രൈഡ് റൈസിന് മുറിക്കുന്ന രീതിയാണ് കാണുന്നത്. എങ്ങനെ വേണമെങ്കിലും മുറിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ മുറിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചില ഐറ്റംസ് ചില രീതിയിൽ മുറിക്കുമ്പോൾ ആ ഒരു ഡിഷ് നല്ല ഭംഗിയുണ്ടാവും ഇല്ലേ? ഇപ്പോൾ അവിയലിന്, സാമ്പാറിന്, പുളിങ്കറിക്ക്, മുളകൂഷ്യത്തിന് എന്നൊക്കെ നമ്മൾ മുറിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതുപോലെ ഈ ഒരു ഫ്രൈഡ് റൈസിന് ഞാൻ ഇങ്ങനെയാണ് മുറിക്കാറുള്ളത്. ഒന്ന് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ആക്കി മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നോർമലായിട്ടുള്ള കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 1 പട്ട, 1 ഗ്രാമ്പ്, 1 ഏലക്ക, വയനയില, ലേശം പെരുംജീരകം, എന്നിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള 2 മുറിച്ച് വെച്ചിട്ടുള്ള 3 പച്ചമുളക്, നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള 2 ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കമും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, കൂടുതലായിട്ടുള്ള ബാക്കിയുള്ള മസാലപ്പൊടികൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന് പകരം നമ്മൾ ഇടുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഡാർക്ക് സോയാ സോസിൽ സ്വീറ്റ് സോയാ സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2-3 വെറൈറ്റി ഉണ്ട്. സ്വീറ്റ് സോയാ സോസ് ഉണ്ട്, ലൈറ്റ് സോയാ സോസ് ഉണ്ട്, ഡാർക്ക് സോയാ സോസ് ഉണ്ട്, എല്ലാമാണ്. അപ്പോൾ ഇതിൽ സ്വീറ്റ് സോയാ സോസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില്ലി ഗാർലിക് സോസ്, ഇത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിലും ഉപ്പുള്ള സ്ഥിതിക്ക് ഞാൻ ഫ്രൈഡ് റൈസിൽ അധികം ഉപ്പിട്ടിട്ടില്ല. സോ നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റണം. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. അടച്ചു വെച്ചിട്ട് വെക്കും വേണ്ട. ബിക്കോസ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവിയിൽ വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടാവില്ല. നോർമലായിട്ട് വീട്ടിൽ ചോറ് വെക്കുന്ന പൊന്നി അരി തന്നെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. രാവിലെ തന്നെ വേവിച്ച് വെച്ചു. അതുകൊണ്ട് കുട്ടികൾക്ക് എടുത്തിട്ട് പോകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് തണുത്തിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല പോലെ ഇത് നന്നായിട്ട് ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ടിഫിൻ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ചൂട് നിൽക്കും, കാസറോൾ ടൈപ്പിലുള്ള ടിഫിൻ ബോക്സാണ്. ഇത് ഞാൻ പാലക്കാട് ബാവ മെറ്റൽസ് എന്നാണ് വാങ്ങിച്ചത്. ഇതിൽ തന്നെയാണ് കുട്ടികൾക്ക് ഞാൻ ലഞ്ച് കൊണ്ടുപോകാറുള്ളത്. പ്ലാസ്റ്റിക് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കുക്കുംബേഴ്സാണ്. ഒരു 4-5 കുക്കുംബർ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റത്തെ ബോക്സിൽ വെക്കും. എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ അടപ്പുണ്ട്. അപ്പോൾ 2 പേർക്കും ഓരോ ബോക്സ് കറക്റ്റായിട്ട് അവർക്കും ഉണ്ടാവും. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് പാച്ചുകുട്ടിക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പാകത്തിന് ഞാൻ ഒരു ബോക്സിൽ അവനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 1.5 കപ്പ് പൊന്നി അരിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോളൂ. അപ്പോൾ ഇതാ ഞാൻ 2 ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാവ മെറ്റൽസിൽ പോയപ്പോൾ ഞാൻ നാട്ടിൽ ഉണ്ടായ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതുപോലെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ എല്ലാ കാര്യവും ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിയത്. നല്ലോണം ചൂട് നിൽക്കണമുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വലിയ കുഴപ്പമില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ സൂപ്പറായിട്ടുള്ള ക്യാരറ്റ് ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് പോവാണ്. സൂപ്പറുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. വേറെ ഒന്നും വേണ്ട. നമുക്ക് വെറും ഈ കുക്കുംബർ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ബാസ്മതി അരി വേണമെങ്കിൽ ഇട്ടോളൂ. പക്ഷെ ഞാൻ സാധാരണ പൊന്നി അരിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാം. വരും. അപ്പോൾ വരൂ നമുക്ക് പോവാം. അമ്മ
കൊടുത്തയച്ച 2 ഉണ്ണിയപ്പവും കുട്ടികൾക്കുള്ള ഭക്ഷണവുമായി ഞാനിതാ യാത്രയാവുകയാണ്. അപ്പോൾ വഴിച്ചെലവിന് അമ്മയുടെ 2 ഉണ്ണിയപ്പവുമായി നമ്മൾക്ക് പോവാം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഓക്കെ, അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇന്ന് സ്കൂളിൽ വേറെ ഏതോ ക്ലാസ് കുട്ടികൾക്ക് ആനുവലായിട്ട് എന്തോ ഒരു പാരൻസ് മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല, സ്ഥലമില്ല. എനിക്കൊക്കെ പാർക്കിംഗ് സ്കൂളിൻ്റെ പുറത്താണ് കിട്ടിയത്. അതുകൊണ്ട് പിള്ളേരെ ഞാൻ ക്യാമ്പസിൻ്റെ പുറത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ഉടനെ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാറാണ് പതിവ്. പൊതുവേ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പാർക്ക് ചെയ്യുക. ഇന്ന് കിട്ടിയില്ല. Favorite, it is carrot fried rice, guys. ഇനി ഇവിടുന്ന് നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ വേഗം വണ്ടി ഓടിച്ചിട്ട് പോകും. നിങ്ങൾ പതുക്കെ കഴിച്ചാൽ മതി. ഓക്കെ, ക്യൂക്കുംബേഴ്സ് ഇതാ കിച്ചാപ്പൂന് പിടിച്ചോളൂ. കുക്കുംബറിൽ ഞാൻ പെപ്പറും സോൾട്ടും ഇട്ടാലേ അവിടുന്ന് ഇവിടെ വരുമ്പോഴേക്കും വെള്ളമാവും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾ കഴിച്ചോളൂ, ഇളക്കിക്കോളൂ. സ്പൂൺ ഞാൻ തന്നൂല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? എല്ലാം ഓക്കെ അല്ലേ? നോക്കിയിട്ട് വീഴ്ത്തണ്ട. എന്താ പറയുക, വീടെത്തുമ്പോഴേക്കും ട്രാഫിക്കിൽ പെട്ടിട്ട് മക്കൾ വല്ലാണ്ട് വീഴ്ചന്ന് പണ്ടാരടങ്ങും. എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. നൈസ്. അതാ അവനും കുക്കുംബർ കൊടുക്കൂ. ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോനെ ഉപ്പ് മുകളിൽ തന്നെ നിൽക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവനും കുറച്ച് കൊടുത്തോളൂ. അതാ അവനെ ഈ പ്ലേറ്റിൽ കൊടുത്തോ. ഇതാ ഈ പ്ലേറ്റിലിട്ട് കൊടുക്കും. കിച്ചാപ്പോ ഇതാ ഇതിൽ കഴിച്ചോളൂ. ഇതാ മോനിതിൽ കഴിക്കൂ. ഉപ്പ് വേണോ ഇനി? നമുക്ക് വേണ്ടല്ലോ, എല്ലാം പിടിക്കുകയല്ലേ. ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് ആ ബാഗിൻ്റെ ഉള്ളിൽ ഇട്ടോളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് കഴുകിക്കോളാം. ഓക്കെ, പോവാന്നാ. സ്കൂൾ അങ്ങോട്ട് വിടണ സമയമുണ്ടല്ലോ, 4 സ്കൂളുള്ള ഏരിയ ആയതുകൊണ്ട് അനങ്ങില്ല എന്ന് പറഞ്ഞാൽ അനങ്ങില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത്. വീടെത്തുമ്പോഴേക്കും ഭയങ്കര സമയമാവും. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് എപ്പോഴും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഞാൻ എപ്പോഴും അവർക്ക് സ്കൂളിലേക്ക് ഞാൻ ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും വൈകുന്നേരം 3 മണിക്ക് ആവുന്ന സമയത്ത് വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് അവർക്ക് വേണ്ടി ഞാൻ ക്യാരി ചെയ്യുകയാണ് പതിവ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാനൊരാളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഉച്ചക്കത്തെ പിള്ളേരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ എൻ്റെ ലഞ്ച് അതല്ല. കാരണം ഇവിടെ നമ്മളെ എന്താണ് പറയുക, അവിടെ തന്നെ അറേബ്യൻ റാൻസസിൽ തന്നെയാണ് താമസിക്കുന്നത്. ആൻഡ് ഐ ഹാവ് ഓൾറെഡി ഷോൺ ഹെർ ഓൾസോ. അവരിവിടെ തന്നെയാണ്. ആൻഡ് ഇതാണ് ആള്, അഞ്ജന എന്നാണ് പേര്. ആൻഡ് ഓൾറെഡി അഞ്ജനയുടെ അമ്മയും അഞ്ജനയും കണ്ടിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ. അപ്പോൾ അഞ്ജനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വിൻചേച്ചി എനിക്ക് ഭയങ്കരമായി ഒരു ക്രേവിങ്സ് ആൻഡ് കൊതി മൂത്തിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഉച്ച നേരത്ത് കഴിക്കാനാണ് ആഗ്രഹം. ഞാൻ ചോദിച്ചപ്പോൾ വല്ല ചോറോ കൂട്ടാനോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ പറയമ്മ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ ആഗ്രഹമാണ് കേട്ടോ. കോമ്പിനേഷൻ ഒന്ന് കാണണം നിങ്ങൾ. ഇഡ്ഡലി, നമ്മുടെ ഇഷ്ടു, പാലക്കാടൻ രീതിയിലുള്ള ഇഷ്ടു, ഉള്ളിസമ്മന്തി, അതും പച്ചയ്ക്കുള്ള ഉള്ളിസമ്മന്തി, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിക്കും അത്ര. എനിക്ക് അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുട്ടി ഉച്ചയ്ക്ക് വന്നോളൂ എന്നും പറഞ്ഞിട്ട് വന്നിരിക്കണം. കുട്ടി വരൂ, ഇരിക്കൂ. ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു കോമ്പിനേഷൻ, ഞാൻ പല കോമ്പിനേഷൻ കഴിക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു കോമ്പിനേഷൻ കഴിച്ചില്ല. കുട്ടി ഇരുന്ന് കഴിക്കും. പക്ഷെ ഇന്നപ്പോ വിജയിച്ചി കഴിക്കാം. പക്ഷെ നാട്ടിക്ക് പോണ സമയത്ത് എന്താണ് ഹൈലൈറ്റ്? അത് കോളേജ് പഠിക്കുമ്പോഴേ അങ്ങനെയായിരുന്നു. ഞാൻ പാലക്കാട്ടേക്ക് പോവാന്ന് വെച്ചാൽ അമ്മമ്മയുടെ അടുത്ത് വിളിച്ച് പറയും എന്താ വേണ്ട, ഒരു സംശയമില്ല, ഇഡ്ഡലി ഇഷ്ടം ഉള്ളിസമ്മതി. വീട്ടിലേക്കാണെങ്കിലും ഇഡ്ഡലി ഇഷ്ടം ഉള്ളിസമ്മതി. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴും രാവിലെ അല്ലേ അവിടെ എത്തുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഏത് കാലവും ഇഡ്ഡലി ഇഷ്ടം ഉള്ളിസമ്മതി. അതെന്താണ്? 3 നേരവും കഴിക്കാം. 3 നേരവും തന്നെ കഴിക്കും. അതല്ല, പക്ഷെ ഇഷ്ടവും ഉള്ളിസമ്മന്തി എങ്ങനെയാ അമ്മ കോമ്പിനേഷൻ ആവണത്?
ശരി. നിങ്ങൾ കഴിച്ചു നോക്കിയാലേ അതിന്റെ ഒരു രസം എന്റെ മനസ്സിലാവുള്ളൂ. അരച്ച മാവിന്റെയും എല്ലാത്തിന്റെയും ഗുണവും എല്ലാം കൂടി യെസ് ഇഷ്ടവും തേങ്ങാപ്പാല് എല്ലാം കൂടിയിട്ട് കൂട്ടിയിരുന്ന് കഴിക്കുന്ന കോമ്പിനേഷൻ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ആൻജി. ഇതന്നെയാട്ടോ ഈ പച്ചവെള്ളി സംബന്ധിയാണ് അതിന്റെ. പച്ചുള്ളി സമ്മന്തി കുട്ടി കഴിക്കൂ. ആനന്ദം കണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇഡ്ഡലി പായസം കഴിക്കുന്നവരുണ്ട്. എന്റെ അമ്മാവൻ ഇഡ്ഡലി മളോർത്ത് പുളിയും കൂടി കഴിക്കും. എനിക്കും ഇഷ്ടമാണ് ഇഡ്ഡലി മളോർത്ത പുളി. ആ പുളി ഒരു പുളി ഉണ്ടാവില്ലേ, ആ ഒരു ഇതോട് കൂടിയിട്ട് കഴിച്ചോളൂ. ഓ യെസ്, എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നു. താങ്ക് യു. ഓ പാലക്കാടൻ തനിമ അങ്ങനെ വീശല്ലേ. എന്റെ അമ്മമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ട്. അതെ, ഞാൻ ഇഷ്ടവും അങ്ങനെ കുഴയ്ക്കും കൊറേ. അതെ, ഉടച്ചുടച്ചിട്ട് ശരിക്ക്. ഇപ്പൊ പിന്നെ അമ്മമ്മ അങ്ങനെ ഞാൻ പറഞ്ഞുണ്ടാക്കും, പക്ഷെ കുറച്ചും കൂടി മുമ്പായിരുന്നു ഇതെല്ലാം റെഡിയാക്കി വെക്കും. ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട് ഞാന്. അതെ അല്ലേ. ഇപ്പൊ കുട്ടിക്ക് എപ്പ കഴിക്കണം തോന്നിയാലും വിളിച്ച് പറഞ്ഞാ മതി. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇവിടുന്ന് പാർസൽ കൊടുത്തയക്കാം. എന്നാണോ വിനീസ് കിച്ചന്റെ കേറ്ററിംഗ് തുടങ്ങുന്നത്, ഇതൊക്കെയാണ്. എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഞാൻ ഇഡ്ഡലി ഇഷ്ടമുള്ള സ്റ്റാൻഡേർഡ് കസ്റ്റമർ. പിന്നെ എന്താണ് പറയാ, എന്താണ് കുട്ടിക്കും ചേമ്പ് പുളിങ്കറി ഇഷ്ടമാണ് അല്ലേ? ചേമ്പും തണ്ട് പുളിങ്കറി ഉണ്ട്. ഞാന് പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു പ്രഗ്നൻസിയിൽ എന്റെ ക്രേവിങ് അതായിരുന്നു. ചേമ്പും തണ്ട് പുളിങ്കറിയും ചോറും അതൊരു വക്ക് പൊട്ടിയ പ്ലേറ്റിൽ തന്നെ കഴിക്കണം എന്നുള്ളതായിരുന്നു. എന്നിട്ട് എന്റെ വീട്ടിലായിരിക്കും എന്റെ അമ്മായി ഉണ്ടാക്കണത്. അപ്പൊ ആ പുളിങ്കറി ഉണ്ടാക്കണത് ഉള്ളി മുളക് അരച്ചിട്ട് അതന്നെ വറപ്പുളിങ്കറി. അത് പിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അത് മനസ്സിലാവില്ല. അതൊരു പാലക്കാട്ടുകാർക്ക് മാത്രം മനസ്സിലാവും. എക്സാക്ട്ലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് പറയാ, എനിക്ക് പൊതുവേ അത് ഉണ്ണിത്തണ്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ചേമ്പൻ തണ്ട് ഇട്ടിട്ട് വറപ്പുളുങ്കറി ഉണ്ടാക്കണം. അത് പക്ഷെ എന്താണ് ഈ വക്ക് പൊട്ടിയ പ്ലേറ്റ്? ഇത്ര നല്ല പ്ലേറ്റ് ഒന്നും തന്നാ കുട്ടി കഴിക്കില്ലേ? വക്ക് പൊട്ടിയ സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ വേണം എനിക്ക്. അതിനിപ്പോ എന്നിട്ട് വീട്ടിൽ എന്ത് ചെയ്യും? വക്ക് പൊട്ടിയ പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്റെ അമ്മായി അതെ അമ്മമ്മ അതെ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, നീ എവിടുന്നെങ്കിലും അത് കണ്ടുപിടിക്കത്തല്ലോ വക്ക് പൊട്ടിയ കിണ്ണം. എന്നിട്ട് അതില് ഞാൻ പക്ഷെ കണ്ടുപിടിച്ചു എന്റെ അമ്മ. എന്നിട്ട് ഞാൻ വന്നു, ഫസ്റ്റ് ടൈം വരിക പ്രഗ്നന്റ് വന്ന് അത് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ. പക്ഷെ എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ചേമ്പ് പുളിങ്കറിയും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വക്ക് പൊട്ടിയ കിണ്ണ ഞാൻ ആദ്യമായിട്ട് കാണണം കേൾക്കണം. അമ്മ നാണക്കേടുണ്ടെന്ന് പറയാം, പക്ഷെ നോ പ്രോബ്ലം. ഞാനൊരു കാര്യം ചെയ്യാം, ഈ കിണ്ണ എപ്പോഴെങ്കിലും വക്ക് പൊട്ടിയ കുട്ടിയുടെ പേരിൽ എഴുതി തരാം ഞാൻ. എന്തായാലും ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, എങ്ങനെയാണമ്മ ഇഷ്ടു പറഞ്ഞു തരൂ കലാകാരി. ഇതും കൂടി നല്ല ഉടച്ചുടച്ച് ഇവിടെ തന്നെ കൂടി ഓക്കെ കഴിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ. ആയിക്കോട്ടെ. ഒറ്റയ്ക്ക് കഴിക്കാം, പക്ഷെ അതല്ലേ ആ ഇഷ്ടൂല് അങ്ങനെ ഉള്ളി മുളകിന്റെ സ്വാദ് വന്നില്ലേ? അത് വരും. എന്തിനായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഇഷ്ടവും രണ്ടിന്റെയും കൂടി ഒരു ഇതിത്തിരി ബ്ലാൻഡും പിന്നെ ഇതിത്തിരി ഒരു പഞ്ചന്റെ ഒരു ഇത് വരുമല്ലോ. ഇഷ്ടായില്ലേ തോന്നുന്നു. ഞാൻ തന്നെ കഴിച്ചോളാം, കൂട്ടി കഴിക്കണ്ട. പക്ഷെ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടി പറഞ്ഞതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് എന്തോ ഉള്ളി മുളക് ഇട്ടിട്ട് അരച്ചിട്ട് ഉള്ള ഇഡ്ഡലി ഇഷ്ടപോലെ തോന്നുക. പക്ഷെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. കട്ടൻ കാപ്പി വേണം? വേണ്ട. ഓക്കെ. അപ്പൊ മക്കളെ, ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ക്യാരറ്റ് ഫ്രൈഡ് റൈസ് പാച്ചൂന്നാണ് ഞാൻ
പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് ഫ്രൈഡ് റൈസ് അഞ്ജനയുടെ മോനാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു പുതിയ വ്ളോഗിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ പുതിയ റെസിപ്പിയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.